ഹലോ, എല്ലാവർക്കും കുട്ടി സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഞാനും എൻ്റെ ചങ്ങായിമാരും കൂടെ UK ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് പുറത്തുനിന്ന് കാഴ്ച കാണാനായിട്ട് നമ്മുടെ ഗേറ്റ് 14 ആയിരുന്നു. അങ്ങനെ ഗേറ്റ് 14 തിരഞ്ഞ് നമ്മളിങ്ങനെ നടക്കുകയാണ്. അവസാനം നമ്മൾ കണ്ടുപിടിച്ചു ഗൈസ്, ഗേറ്റ് 14 ഡിപ്പാച്ചേഴ്സ്. നമ്മുടെ ഫ്ലൈറ്റിൽ പിഗാസസ് ഫ്ലൈറ്റ് ആയിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. റിവ്യൂ ഒക്കെ ആദ്യമേ കണ്ടപ്പോൾ ഇച്ചിരി ചടച്ചു, എങ്കിലും എക്സൈറ്റ്മെൻറ്റ് കൂടി വന്നത് ഇപ്പോഴാണ്. കാരണം എന്താണെന്നറിയണ്ടേ, നമ്മൾ ഡയറക്റ്റ് ഫ്ലോറിൽ നിന്നാണ് സ്റ്റെപ്പ് വഴി കണക്ഷൻ എടുത്ത് ഫ്ലൈറ്റിലേക്ക് കയറുന്നത്. ഞാൻ മൂവിയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ക്യൂ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നതുകൊണ്ട് ഫോട്ടോ എടുത്ത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഈ ടൈമിൽ ഞങ്ങൾക്ക് പറ്റിയില്ല. ബട്ട് മൂവി ഷോട്ട് ഡയറക്റ്റായിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഡയറക്റ്റ് അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് എടുത്ത് ഫ്ലൈറ്റിനുള്ളിലേക്ക് കയറി. ബട്ട് മറ്റ് ഫ്ലൈറ്റുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വലിയ വെൽക്കമിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഹോംലി ഫീൽ ആയിരുന്നു എനിക്ക്. കാരണം വീട്ടിലൊക്കെ പോകുമ്പോൾ നമ്മളെ മെൽക്കവ് ചെയ്യാൻ ആരും ഉണ്ടാവുമൊന്നുമില്ലല്ലോ. അങ്ങനെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങൾ ഇരിക്കുകയാണ്. ഹൈറ്റ് കുറവാണോ, ലെഗ് സ്പേസ് കുറവാണോ, എന്തോ ഒരു 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 എയിമില്ലാത്ത പോലെ എനിക്ക് തോന്നി. അപ്പോൾ അതിൻ്റെ ചർച്ചയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പിഗാസസ് കഫേ ഫുഡ് മെനു ആദ്യമായിട്ടാണ് എനിക്ക് ഇൻസ്ട്രക്ഷൻ ചാർട്ടിനോട് കൂടെ ഒരു ഫ്ലൈറ്റിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് മറച്ചു നോക്കി. അപ്പോൾ ബർഗർ, ഡെസേർട്ട്, ഡ്രിങ്ക്സ്, ജ്യൂസ്, അങ്ങനെ ഒത്തിരി ഐറ്റംസ് മെനുവിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പെട്ടെന്ന് തന്നെ അടച്ചു. കാരണം വെള്ളം പോലും കാശ് കൊടുത്ത് വാങ്ങിക്കണം എന്ന് അവരതിൽ എഴുതിയിരിക്കുന്നത്. ലെഗ് സ്പേസ് കുറവാണ്. എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾ
തന്നെ ആൾ നല്ല ഹൈറ്റുള്ള ആളാന്ന് തോന്നുന്നു. ഫ്രണ്ടിൽ സീറ്റിൽ ആളുടെ മുട്ടിയിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ഫുഡ് ടേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റ് ഫ്ലൈറ്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചെറുതാണ്. പിന്നെ പൈസ കൊടുത്ത് നമ്മളൊന്നും വാങ്ങാത്തതുകൊണ്ട് അത് ഉപയോഗം വരില്ല. സ്ക്രീനില്ല, ഹെഡ്സെറ്റ് ഇല്ല, അങ്ങനെ എൻ്റർടൈൻമെൻറ്റ് പാർട്ട് ഒന്നും തന്നെ ഇല്ല. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇത്രയേ പറ്റുള്ളൂ, അതിനപ്പുറത്തേക്ക് പോകില്ല. തൽക്കാലത്തേക്ക് കംഫർട്ടബിളാണ്. ഇനി ജേണി എങ്ങനെയുണ്ടെന്ന് നോക്കാം. മൊത്തത്തിൽ കൊള്ളാം. ലെറ്റ്സ് സീ. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഡേ ലൈറ്റിൽ ഫ്ലൈറ്റ് എടുക്കുന്നത് കേട്ടോ. നോർമലി ഞാൻ UK വന്നപ്പോഴാണെങ്കിലും ഇവിടെ നിന്ന് ട്രാവൽ ചെയ്യുമ്പോഴും ഞാൻ നൈറ്റിലാണ് നോർമലി ഫ്ലൈറ്റ് എടുക്കാറുള്ളത്. ഇപ്പോൾ ഡേ ലൈറ്റിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം മേലേക്ക് പോകും തോറും താഴെ നല്ല രസമുള്ള വ്യൂ ആയിട്ട് എനിക്ക് തോന്നി. ഹെലിക്യാം വ്യൂ ഞാനതൊക്കെ മൂവിൽ കണ്ടിട്ടുള്ളതാണെങ്കിലും നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡായി. സ്കൈയിൽ ഈ പഞ്ഞിക്കെട്ടിനുള്ളിലൂടെയൊക്കെ യാത്ര എന്നൊക്കെ പറയില്ലേ, ഓരോ ലെയർ കഴിയുമ്പോഴും നല്ല രസമായിരുന്നു കേട്ടോ. ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, അങ്ങനെ മേലേക്ക് നമ്മളിങ്ങനെ ഡ്രീം പോലെ നമ്മൾ ഫ്ലൈറ്റിൽ പോയിക്കൊണ്ടിരുന്നു. ഒരു ഉറക്കത്തിന് ശേഷം നമ്മൾ എണീറ്റപ്പോൾ ഇസ്താംബുളിലെത്തി. നൈറ്റായിരുന്നു നമ്മൾ ഇസ്താംബുളിൽ ലാൻഡ് ചെയ്യാനിരുന്നുണ്ടായിരുന്നത്. താഴത്തൊക്കെ ബിൽഡിങ് കാണാനായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. ഇത് ഓൾഡ് ഇസ്താംബുളും ന്യൂ ഇസ്താംബുളും ഡിവൈഡ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. അതിൻ്റെ മേലെ കൂടെയാണ് നമ്മളെ ഫ്ലൈറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇസ്താംബുൾ എത്തി ഗൈസ്. സബീഹ ഗോക്കൻ ഇസ്താംബുൾ എയർപോർട്ട്. കാഴ്ചകളൊക്കെ കണ്ട് പോയപ്പോൾ നമ്മുടെ ഇമിഗ്രേഷൻ്റെ ക്യൂ ഇച്ചിരി അധികമായിട്ട് തോന്നിയായിരുന്നു. നമ്മുടെ പാസ്പോർട്ട് ക്യൂ എവിടെയെന്ന് കണ്ടുപിടിക്കുമായിരുന്നു. കാരണം ലാംഗ്വേജ് ഇച്ചിരി ഡിഫറൻസ് ആയിരുന്നതുകൊണ്ട് നമുക്കത് വായിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടി. അങ്ങനെ നീണ്ട ഇമിഗ്രേഷൻ ക്യൂവും ചെക്കിങ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് വിശന്നപ്പോൾ നമ്മൾ ടർക്കിഷ് ലിറയിലേക്ക് പൗണ്ട്സ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള മാഗ്ദിയിൽ തന്നെ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. ഇൻ്റർനാഷണൽ അറൈവ്സിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള മാഗ്ദിയിൽ നിന്നാണ് നമ്മൾ വന്നിറങ്ങിയപ്പോൾ ടർക്കിയിലെ ഫസ്റ്റ് ഫുഡ് ട്രൈ ചെയ്തത്. വിശപ്പൊക്കെ മാറി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ വയറ് ഫുള്ളായിട്ട് നമ്മൾ ടാക്സി എടുത്തിട്ട് റൂമിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഗൈസ്. താങ്ക് യു.